ഹലോ, നമ്മൾ ഇന്ന് ഈ കാർഡ്ബോർഡ് പീസുകളുണ്ട് ഒരു മിനിയേച്ചർ കിളിക്കൂടാണ് ചെയ്യാൻ പോകുന്നത്. ഇന്നെന്താ വീഡിയോയിൽ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും കാരണമുണ്ട്. കാരണം വേറൊന്നുമല്ല, ലാസ്റ്റിലത്തെ ഔട്ട്പുട്ട് കണ്ടിട്ട് നിങ്ങൾ ചോദിക്കരുത് ഇതായിരുന്നോ കിളിക്കൂടെന്ന്. അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ചോദിക്കും എന്താ അന്നേരം കുളവായ സാധനമാണോ ചെയ്യുന്നതെന്ന്. കുളവായതുമല്ല കുളവാക്കിയതുമല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ക്രാഫ്റ്റ് ഒക്കെ ഞാൻ ചെയ്തതിൻ്റെ ബാലൻസ് കുറേ കുഞ്ഞു കുഞ്ഞു കാർഡ്ബോർഡ് പീസുകൾ ഉണ്ടായിരുന്നു. വളരെ കുഞ്ഞായിരുന്നു. അതിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ സാധാരണ കളയുക ചെയ്യാറ്. അങ്ങനെ ഞാൻ കരുതി ഇന്ന് അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന്. അങ്ങനെയാണ് കിളിക്കൂടിൻ്റെ ഐഡിയയിലോട്ട് വരുന്നത്. സത്യത്തിൽ കിളിക്കൂടിന് പോലും ചെയ്യാനുള്ള ലെങ്ത് ഇതിനില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴല്ലേ നമുക്ക് പുതിയ പുതിയ ഐഡിയകൾ കിട്ടുന്നത്. അങ്ങനെ എനിക്ക് ഇന്നൊരു ഐഡിയ കിട്ടിയ, നിങ്ങൾക്കത് ചിലപ്പോൾ നേരത്തെ അറിയായിരിക്കും. ഞാനിത് ആദ്യമായിട്ട് ചെയ്യാൻ, എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു ഐഡിയ തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാനേ. സാധാരണ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോളും വെള്ളോടി ചേർന്നിട്ടുള്ള മിക്സ് അല്ലേ ഉപയോഗിക്കുന്നത്. ഞാൻ ഇന്ന് അതിന് പകരം എടുത്തിട്ടുള്ളത് നമ്മുടെ ഫെവിസ്റ്റിക്കാണ്. ഇത് സക്സസ് ആവുമെന്ന് എനിക്ക് 1% പോലും ഒരു ഉറപ്പില്ലായിരുന്നു. പക്ഷേ ഇത് ചെയ്തു വന്നപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. നമ്മളുടെ അടുത്ത് എഫോർട്ടിനുള്ള സംഭവം സെറ്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയാമല്ലോ. എല്ലാമൊക്കെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കിളിക്കൂടിന് ഞാനൊരു റെഡ് കളറായിരുന്നു കൊടുത്തത്. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് ഞാൻ ആ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ കാർഡ്ബോർഡ് പീസുകളിൽ നിന്ന് ചെയ്തിട്ടുള്ള മിനിയേച്ചർ വേർഷൻ ഓഫ് കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.